അസൈൻമെന്റിൽ ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ് ഡൗട്ട്? ചോദിച്ചോ. അത് അബ്സ്ട്രാക്ഷൻ ആൻഡ് പോളിമോർഫിസത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ ചാറ്റിലിടാമോടാ? ആ അല്ലെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തന്നാലും മതി, നോ ഇഷ്യൂസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. കിട്ടി. ഓക്കെ. ഇത് വേരിയബിൾ ക്രിയേറ്റ് എ ക്ലാസ് നെയിംഡ് പ്രൊഡക്റ്റ് ആൻഡ് ഗെറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് എലമെന്റ്സ് എന്റർ. ഇത് പോളിമോർഫിസത്തിന്റെ ക്വസ്റ്റ്യനാ. നമ്മള് സ്റ്റാർ ARGS വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് ഓർക്കുന്നുണ്ടോടാ? ഉണ്ട്, വേരിയബിൾ ലെങ്ത് വെച്ച് ചെയ്യാനല്ലേ? വേരിയബിൾ ലെങ്ത് വെച്ചിട്ട്. വേരിയബിൾ ലെങ്ത്തിൽ അപ്പൊ എങ്ങനെ ചെയ്യാ? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് എന്നിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതിലൊരു ഫംഗ്ഷൻ എഴുതുക. ആ ഫംഗ്ഷന്റെ പേര് എന്ത് കൊടുക്കുക? ഗെറ്റ് പ്രൊഡക്റ്റ് എന്ന് പേര് കൊടുക്കുക. അതില് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുക. ഏതാ? സ്റ്റാർ ARGS അല്ല വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ARGS ഇൻറ്റു ARGS കൊടുക്കുക. മനസ്സിലായോ? വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ആണ് ചെയ്യേണ്ടത്. ഒന്ന് ട്രൈ ചെയ്യാ. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നോട് പറയണം കേട്ടോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോടാ? ഓക്കെ, ഏതാണ് ഡൗട്ട്? ചോദിച്ചോളൂ. പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഒന്ന് ഉറക്കെ പറയാമോടാ, കേൾക്കുന്നില്ലടാ എനിക്ക്. ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാണാവോ? യെസ്. റിസൾട്ട് ഇത് കിട്ടിയോ? ഇത് റണ്ണാവുന്നു. ജസ്റ്റ് അടുത്തതിൽ മൾട്ടിപ്ലൈ ഓഫ് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത. ജസ്റ്റ് 1,3 മാത്രം പാസ് ചെയ്തേ. ജസ്റ്റ് 2 വാല്യൂസ് പാസ് ചെയ്യടാ. കിട്ടുന്നുണ്ടല്ലോ. യെസ്, മതി. റൺ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഒരു എറർ അടിക്കുകയായിരുന്നു. ശരിയല്ലേ? ഇത് ക്ലാസ് ആക്കി ചെയ്യണം കേട്ടോ. ഇത് ജസ്റ്റ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ആണ്. വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ഫംഗ്ഷൻ ആണ്. വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ഫംഗ്ഷനെ നമുക്ക് ഏതിന്റെ അകത്ത്, ഒരു ക്ലാസിന്റെ അകത്ത് യൂസ് ചെയ്താൽ മാത്രമേ പോളിമോർഫിസം ഇംപ്ലിമെന്റേഷൻ ആവത്തുള്ളൂ. അപ്പൊ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം ഈ ഫംഗ്ഷൻ ഇതുപോലെ കൊടുക്കും. അതെ. ഓക്കെ. നമ്മളപ്പോ ലാസ്റ്റ് ഏതുവരെ പറഞ്ഞു നിർത്തിയടാ? ഫയൽ ഹാൻഡ്ലിംഗ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പറഞ്ഞില്ലല്ലോ. ഇല്ല. ഓക്കെ. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതിന് മുന്നേ വാട്ട് ഈസ് എക്സെപ്ഷൻ ഉള്ളത് നോക്കാം. ഓക്കെ, എക്സെപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഐഡിയ. നിങ്ങൾക്ക് എക്സെപ്ഷൻ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ ഉള്ളത് എക്സെപ്ഷനെ കുറിച്ചിട്ട്? ഫയൽ മാനേജ്മെന്റ് തന്നെ വരുന്നതാണ്. അല്ല, ഫയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധമുള്ള ടോപ്പിക് അല്ല. ഇത് ഡിഫറെന്റ് ടോപ്പിക് ആണ്. പറയണ്ടേ? നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞോ, തെറ്റിയാലും ഒരു പ്രശ്നമില്ല. ഞാൻ
ഞാൻ പറഞ്ഞ പോലെ തെറ്റിയ യാതൊരു ഇഷ്യൂസും ഇല്ല, പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് വേണം. എന്ന് വെച്ചാൽ യുണീക്ക് ആയിട്ട് അതായത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു മാറ്റി നിർത്തപ്പെടുന്ന, ഓക്കെ, അതായത് എക്സെപ്ഷൻ എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലൈക്ക് നോർമലി കാണുന്നതല്ലാത്ത വേറെ ഒന്ന് അല്ലേ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രോഗ്രാമാറ്റിക് ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് എക്സെപ്ഷൻ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, നിങ്ങളൊരു പ്രോഗ്രാം എഴുതി. ആ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷനിൽ ലെറ്റ്സ് സേ ഒരു ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വാങ്ങുന്നുണ്ട്. ആൻഡ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ആക്ഷൻ ക്ലിയർ അല്ലേ? അപ്പോ ലെറ്റ്സ് സേ നമ്മൾ പാസ് ചെയ്ത ഡാറ്റയിൽ ഒരു ഡാറ്റ അതിൽ ഡിനോമിനേറ്റർ 0 ആണ്. ഓക്കെ, ഡിവിഷൻ ബൈ 0 പോസിബിൾ ആണോ മാത്തമാറ്റിക്കലി? അല്ല. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൽ എറർ ഉണ്ടോ? പ്രോഗ്രാം ആസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും അല്ലേ? എക്സിക്യൂട്ട് ആവുമല്ലയോ? എന്തായിരിക്കും സംഭവിക്കുക? ഫെയിലിയർ വരും അല്ലേ? ഈ ഒറ്റ സിനാരിയോ കാരണം എന്ത് സംഭവിക്കും? നമുക്ക് പിന്നെ ബാക്കി എത്ര വാലിഡ് സിനാരിയോസ് ഉണ്ടെങ്കിലും അതൊന്നും പെർഫോം ചെയ്യത്തില്ല. കാരണം എന്താ? ഇവിടെ വെച്ച് നമ്മുടെ കോഡിന്റെ ഫ്ലോയെ ഇന്ററപ്റ്റ് ചെയ്യും. ശരിയല്ലേ? ഒരു എക്സാമ്പിൾ ചെയ്യാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോടാ. ഓക്കെ, നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കാണാം. ഓക്കെ, ഫൈൻ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതിക്കേടാ. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതിക്കോ. ഡിവിഷൻ, ഫൈൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യാം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒരു ഫംഗ്ഷൻ എഴുതിക്കോളൂ. ഓക്കെ, 2 പാരാമീറ്റേഴ്സ് എടുത്തോളൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 പാരാമീറ്റേഴ്സ് എടുക്കാം നമുക്ക്. രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യടാ. എക്സെപ്ഷൻ എക്സ് കോമ വൈ. ഓക്കെ, റിട്ടേൺ ചെയ്യേണ്ടത് എക്സ് ഡിവിഷൻ വൈ. ഓക്കെ, താഴെ വന്നിട്ട് ഫസ്റ്റ് കൊടുത്തോളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ കോളിൽ നോർമലി 2 നമ്പേഴ്സ് കൊടുക്കാം. ഓക്കെ, ഇനി താഴെ സെക്കൻഡ് നമ്പർ, അതായത് y ആയിട്ട് പാസ് ചെയ്യുന്ന നമ്പർ 0 പാസ് ചെയ്യാം. എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാസ് ചെയ്യാം. പ്രിന്റിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് റിട്ടേൺ മാത്രം മതി. നമുക്കിപ്പോൾ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണുകയും വേണ്ട. ഓക്കെ, സേവ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക.
എന്താ സംഭവിച്ചേ? നിങ്ങളുടെ കോഡ് ഇവിടെ വെച്ചിട്ട് ഇന്ററപ്റ്റ് ആയിപ്പോയി അല്ലേ? ട്രേസ് ബാക്ക്. എന്താ ട്രേസ് ബാക്കിൽ പറയുന്നേ? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡോട്ട് പി വൈയിൽ ലൈൻ നമ്പർ 47,0 0 ഡിവിഷൻ എറർ കോളൻ ഡിവിഷൻ ബൈ 0 അല്ലേ? ഇതിന് നമ്മൾ ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇതിനെയാണ് നിങ്ങൾ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രൊജക്ടിന്റെ എക്സിക്യൂഷനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എന്താ പറയാ എറേഴ്സിനെ ആണ് നമ്മൾ എന്ത് പറയാ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? എക്സെപ്ഷൻ എന്താണ് എന്ന് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ എക്സെപ്ഷൻ എന്താണെന്നുള്ളത്? ഓക്കെ. നോർമലി ഇന്റർവ്യൂസിലായാലും എല്ലായിടത്തും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സെപ്ഷനും എറേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇതാണ് എറേഴ്സ്. എറേഴ്സിന്റെ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് എറേഴ്സിന്റെ ഫീച്ചേഴ്സ്. പൊതുവെ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അത് ഇനി എക്സെപ്ഷന്റെ സ്പെഷ്യാലിറ്റീസ് ഇതാ ഞാൻ ചാറ്റിലിടുന്നു. എക്സെപ്ഷൻ, യെസ്. ഇത് ക്ലിയർ ആണോ? ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എക്സെപ്ഷൻ എന്താണ്, എറർ എന്താണ്, പിന്നെ പറഞ്ഞ എന്തായിരുന്നു, ഒരു ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ഞാൻ കാണിച്ചു തന്നു. ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോടാ? ക്ലിയർ അല്ല എല്ലാവർക്കും? മാം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തു. ഷെയർ ചെയ്യണം. എനിക്ക് ഈ എക്സെപ്ഷൻ ആദ്യം എനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വന്നായിരുന്നു. ഞാനപ്പോ ഇമ്പോർട്ട് ചെയ്തപ്പോ എനിക്കത് കറക്റ്റ് ആയില്ല. എക്സെപ്ഷൻ വേണ്ട, ഇവിടെ ഫംഗ്ഷനെ വിളിക്കല്ലേ വേണ്ടേ? എക്സെപ്ഷൻ എന്നുള്ളത് എക്സെപ്ഷൻ അങ്ങനെ ഡിവ് എന്ന് കൊടുക്കടാ. ഫംഗ്ഷൻ അല്ലേ നമ്മൾ വിളിക്കുന്നേ. എക്സെപ്ഷനെ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. എക്സെപ്ഷൻസ് എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എക്സെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി ടോട്ടലി 4 കീവേഡ്സ് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ 4 കീവേഡ്സ് ആണ്
ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ ഒരു എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നമ്മളിത് എങ്ങനെയാ യൂസ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ എക്സെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഒരു കാര്യം അറിയാം, സീറോ ഡിവിഷൻ എറർ വരാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമ്മൾക്ക് അറിയാം അല്ലേ? എന്താണ് ആ കണ്ടീഷൻ? Any number divided by 0. എനി നമ്പർ ഡിവൈഡ് ബൈ 0 അല്ലേ? അപ്പോ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഫസ്റ്റ് കീവേഡ് ട്രൈ എന്ന് പറഞ്ഞ കീവേഡ് ആണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് സിനാരിയോ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സിനാരിയോ ദാറ്റ് കോസസ് ദ എക്സെപ്ഷൻ കൊടുക്കാൻ എപ്പോഴും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ട്രൈ ബ്ലോക്കിൻ്റെ അകത്തായിരിക്കും. ട്രൈ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഈ ഒരു സ്പെസിഫിക് എക്സെപ്ഷൻ വരാനുള്ള സിനാരിയോ മാർക്ക് ചെയ്യുന്നത്. എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഡെഫ് എക്സെപ്ഷൻ എക്സ് കോമ വൈ കഴിഞ്ഞ് എൻ്റർ അടിച്ചേ. ട്രൈ കോളൻ എൻ്റർ അടിക്കൂ. if y double equals 0, അതല്ലേ നമ്മുടെ കണ്ടീഷൻ? Yes. നമ്മൾ കണ്ടീഷൻ കൊടുത്തു. കോളൻ കൊടുത്തേടാ. ഇവിടെ ഇപ്പൊ നമുക്ക് സീറോ ഡിവിഷൻ എറർ കോളൻ ഡിവിഷൻ ബൈ 0 എന്ന് കാണുമ്പോൾ നമ്മൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്താണ് ആ എക്സെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്? എന്താണ് അവിടെ ഇഷ്യൂ ഉള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ആവുന്നില്ല. സിസ്റ്റത്തിന്റെ ലാംഗ്വേജിൽ സിസ്റ്റം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലേ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്യാം. ഓവർ റൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ ഒരു y ഈക്വൽ 0 വന്നു കഴിഞ്ഞാൽ ഈ എറർ തന്നെയാണ് എനിക്ക് ട്രിഗർ ചെയ്യേണ്ടത്, സോറി എക്സെപ്ഷൻ തന്നെയാണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് വേറെയാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതിന് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് റേസ്. ക്ലിയർ ആണോ? ട്രൈ കീവേഡ് നമ്മൾ പറഞ്ഞു. അടുത്ത കീവേഡ് നമ്മൾ പറയാണ് റേസ്. ടൈപ്പ് ചെയ്യൂ റേസ് സ്പേസ് 0 ഡിവിഷൻ എറർ. 0 ക്യാപിറ്റൽ Z അടിക്കടാ. 0 ഡിവിഷൻ എറർ അടിച്ചോ, എൻ്റർ അടിച്ചോളൂ. ഇതൊരു എറർക്കും കിട്ടിയോ? റേസ് 0 ഡിവിഷൻ എറർ വരെ കിട്ടിയോ? ഇനി ബ്രാക്കറ്റ്സിൽ ഡബിൾ കോട്ട്സ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാം നിങ്ങൾക്ക്. എന്താണ് ഈ എക്സെപ്ഷൻ കോസ് ചെയ്യാനുള്ള കാരണം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കാം. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്നോ അങ്ങനെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാം അവിടെ. ഡയറക്റ്റ്ലി അവിടെ പ്രിന്റ് കൊടുക്കാൻ പറ്റുമോ? എവിടെ?
റേസ് ഇങ്ങനെ അടിക്കുന്നതിന് റേസ് ഇല്ല, റേസിന്റെ അവിടെ പ്രിന്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മളിനി ഇത് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്ക് ഡയറക്റ്റ്ലി പ്രിന്റ് കൊടുത്താൽ കിട്ടത്തില്ല. ഓക്കെ, ഐഫ് ബ്ലോക്ക് ഒന്ന് പുറത്തേക്ക് വന്നോളൂ ഇനി. ഇനി നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു വെച്ചു? സിനാരിയോ എന്താണെന്ന് പറഞ്ഞു, എന്താണ് കസ്റ്റമൈസ് ചെയ്ത് വരേണ്ട മെസ്സേജ് എന്ന് നമ്മൾ പറഞ്ഞു. 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇനി അടുത്തതാണ് എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇതിനെ ക്യാച്ച് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ സിനാരിയോ എന്താണെന്ന് പറഞ്ഞു, എന്താണ് റേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതിനൊന്ന് ക്യാച്ച് ചെയ്ത് വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് എക്സെപ്റ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യൂ, എക്സെപ്റ്റ് സ്പേസ് 0 ഡിവിഷൻ എറർ. നേരത്തെ കൊടുത്ത പോലെ 0 ഡിവിഷൻ എറർ സ്പേസ് ആസ് ഇ. ഡബിൾ കോട്ട്സ് വേണ്ട, ഡബിൾ കോട്ട്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇ. ക്യാപിറ്റൽ സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കോളൻ. എന്നോട് കൃഷ്ണകുമാർ ചോദിച്ചില്ലേ നമുക്കിത് പ്രിന്റ് ചെയ്യാൻ പറ്റുമോന്ന്? എക്സെപ്ഷൻസിനെ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി പ്രിന്റ് തന്നെ യൂസ് ചെയ്യാം. അവിടെ ഇതിന്റെ താഴെ വന്ന് പ്രിന്റ് ചെയ്തേ, പ്രിന്റ് ബ്രാക്കറ്റ്സില് ഇ. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. സേവ് ചെയ്തില്ലേ ഫയല്? Numbers cannot be divided by 0. കണ്ടോ? കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെസ്സേജ് വന്നില്ലേ നമുക്ക്? മനസ്സിലായോടാ? ട്രൈ, എക്സെപ്റ്റ്, അതുപോലെ തന്നെ റേസ്, 3 കീവേഡ്സ് ക്ലിയർ ആണോ? മാം, ഇപ്പൊ നമുക്കിത് 0 ഡിവിഷൻ എറർ ആണെന്ന് അറിയാവുന്നോണ്ടല്ലേ നമ്മളിങ്ങനെ ആ എറർ കൊടുത്തത്? അതെ, അങ്ങനെ കുറെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾക്ക്, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ടൈപ്പ് എറർ നമ്മൾ വൺസ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് എറർ കിട്ടി, എക്സെപ്ഷൻ കിട്ടി. ആ എക്സെപ്ഷനെ പിന്നെ നമുക്ക് ടാക്കിൾ ചെയ്യാലോ. ബിൽറ്റ് ഇൻ ആയിട്ടുള്ള അങ്ങനെ കുറച്ചധികം ഫങ്ഷൻസ് ഉണ്ട്, ഫങ്ഷൻസ് അല്ല സോറി, എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസിനെ നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റം എക്സെപ്ഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നോർമലി അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. മനസ്സിലായോ? അല്ല, എനിക്ക് ഇതിന്റെ ബേസിക് യൂസ് അങ്ങോട്ട് മനസ്സിലായില്ലേ. എറർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എറർ അല്ലെങ്കിൽ തന്നെ വരും. ഇപ്പൊ ഇത് ഇന്ററപ്റ്റ് ആയില്ലല്ലോ. ഇതിന്റെ താഴെ ഒരു വട്ടം കൂടി എക്സെപ്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കിക്കേ, വേറൊരു നമ്പറിനെ വെച്ചിട്ട്. എക്സെപ്ഷൻ ഓഫ് 7,0 കഴിഞ്ഞ് ഇതിന്റെ താഴെ ഒരെണ്ണം വെച്ച് വിളിച്ചു നോക്കിക്കേ. നോർമൽ 2 നമ്പേഴ്സ്, ഡിവിസിബിൾ ആയിട്ടുള്ള 2 നമ്പേഴ്സ്. എക്സിക്യൂട്ട് ചെയ്തേ. സേവ് ചെയ്തില്ലേടാ ഫയല്?
ഓക്കെ, ഒരു കാര്യം ചെയ്തേ, ആ ലൈൻ നമ്പർ 10 പ്രിന്റിൽ കൊടുത്തേടാ. പ്രിന്റോ? പ്രിന്റിൽ ബിക്കോസ് നമ്മൾ വെറുതെ റിട്ടേൺ ചെയ്യുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല. സേവ് ചെയ്തില്ലേ ഫയല്? ഡയറക്റ്റ് സേവ് നോക്കുന്നു. പലപ്പോഴും പല മാതിരിയാണല്ലോ എക്സിക്യൂട്ട് ആവുന്നേ, എന്താ? സിനാരിയിൽ തന്നെ ഞാൻ രണ്ടും 0 കൊടുത്തു. അപ്പം ആ റേസിൽ കിടക്കുന്ന മെസ്സേജ് വന്നു, കേസിൽ കിടക്കുന്ന മെസ്സേജ് ലോഡായി. ലോഡ് ആയി എന്നാണോ ആയില്ല എന്നാണോ? ആയി. അതെങ്ങനെയാന്ന് ഒരു പിടിയില്ല. ബിക്കോസ് നമ്മളെ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ആയില്ലേടാ. അല്ല, ബട്ട് ഈ സിനാരിയിൽ ആ മെസ്സേജ് ലോഡായില്ലല്ലോ. റേസിൽ കിടക്കുന്ന ആ ഒരു ഇൻപുട്ട് നമ്പർ ഏത് സ്ട്രിങ്. സിനാരിയോയിലാടാ? ഷെയർ ചെയ്യൂ സ്ക്രീൻ ഒന്ന്. അനഘടയ്ക്ക് വരാം കേട്ടോ. ഓക്കെ. ബിക്കോസ് ഓൾറെഡി വൺസ് അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു, എക്സെപ്ഷനെ വൺസ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആയിപ്പോയി. ഓക്കെ, ചോദിക്കുന്നത് ഒന്നിൽ കൂടുതൽ തവണ ഇൻപുട്സ് വരുമ്പോ എന്ത് സംഭവിക്കുന്നാണോ ചോദിക്കുന്നേ? അല്ല, ഈ 3-0 ഇൻപുട്ട് കൊടുത്തപ്പോ അത് ലോഡാകത്തുണ്ട്. സീറോ സീറോ കൊടുത്താലും ലോഡ് ആവുന്നില്ല. പക്ഷെ ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ മുകളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇപ്പൊ ഒരു തവണ പ്രിന്റ് ആയി, ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ 3,0 എന്നുണ്ട് പ്രിന്റ് ആയി. സെക്കൻഡ് ടൈം എക്സിക്യൂട്ട് ആയില്ല, അതല്ലേ പറയുന്നേ? ഈ ഒരു മെസ്സേജ് എനിക്ക് റേർലി ആയിട്ട് ലോഡാവുന്നില്ല. അതാ മുകളിൽ പ്രിന്റ് ആവുന്നടാ, മുകളിൽ നോക്ക്, മുകളിൽ നോക്ക്. 0,0ക്ക് പ്രിന്റ് ആവുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചേ? 0,0ക്ക് പ്രിന്റ് ആവുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്, അതോ 3,0ക്കും പ്രിന്റ് ആവുന്നില്ല എന്നാണോ എന്ത് ഉദ്ദേശിച്ചേ? അല്ല, ഇവിടെ ആണെങ്കിൽ എനിക്ക് ഈ ഒരു മെസ്സേജ് ഏറ്റവും ലാസ്റ്റ് വന്നു, അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചു. അത് കുഴപ്പമില്ല, അത് ഏത് എക്സിക്യൂഷൻ ഓർഡറിൽ വേണമെങ്കിലും വരാം. വൺസ് ഒരു എക്സെപ്ഷനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എക്സെപ്ഷനെ ക്യാച്ച് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പക്ഷെ എന്ത് സംഭവിക്കുക വെച്ചാൽ ബാക്ക് എൻഡിൽ ഒരു സഡൻ ടെർമിനേഷൻ എന്നുള്ളത് ഒഴിവാവും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡിവിഷണറി മാത്രമായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കോഡ് സഡൻ ടെർമിനേഷനിലേക്ക് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മനസ്സിലായില്ല ഒന്നുകൂടെ. അതായത് നിങ്ങളുടെ ഈ എക്സെപ്ഷൻ, ഓക്കെ, 0 ഡിവിഷണറി ട്രൈയും എക്സെപ്റ്റും ഒന്നും ഇല്ലാത്ത സിനാരിയോ ആലോചിച്ച് നോക്കുക. ഓക്കെ, ട്രൈ എക്സെപ്റ്റ് ഫൈനലി ഒരു ബ്ലോക്കും ഇല്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ എന്തായാലും വരും ഡിവിഷൻ ബൈ 0 കൊടുക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കോഡിനെ സഡൻ ആയിട്ട് അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു സിനാരിയോയിൽ എക്സിറ്റ് റീസൺ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. അതെ, എക്സിറ്റിന്റെ റീസൺ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. അതല്ലേ നമുക്ക് ഹാൻഡ്ലിംഗിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എവിടെയാ യൂസേജ് എന്ന് ചോദിച്ചാൽ ഗാർബേജ് കളക്ഷൻ എന്ന് പറയും. ഗാർബേജ് കളക്ഷൻ എന്ന ടേം കേട്ടിട്ടുണ്ടോ? ഇല്ല.
ഗാർബേജ് കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കുറേ കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യത്തില്ലേ, ഈ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിന്റെ ശേഷം ഇതിന്റെ കുറെ എന്താ പറയാ വേസ്റ്റ് ഉണ്ടാവും. വേസ്റ്റിലേക്ക് എന്താ പറയാ, മെമ്മറിയിൽ യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള കുറെ ഡാറ്റ ഉണ്ടായിരിക്കും അല്ലേ. അതിനെല്ലാം മെമ്മറിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കുറച്ചുകൂടി ഹൈ ലെവൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഗാർബേജ് കളക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം വരും. അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രോഗ്രാം സഡൻലി ടെർമിനേറ്റ് ആയി പോയെന്ന് വിചാരിക്കുക. ഒരു പ്രോഗ്രാം സഡൻലി ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗാർബേജ് കളക്ഷൻ ബ്രേക്ക് ആവും. ഗാർബേജ് കളക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കും, മെമ്മറി ലീക്കേജ് സംഭവിക്കും. മെമ്മറി ലീക്കേജ് എന്ന് വെച്ചാൽ എന്താണ്, ആവശ്യമില്ലാതെയുള്ള മെമ്മറി സ്പേസിനെ എടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോടാ? ഗാർബേജ് കളക്ഷൻ എന്താന്ന് മനസ്സിലായായിരുന്നോ? ഒന്നുകൂടെ പറയണോ? മെമ്മറി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത്, കാരണം നമ്മളതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ 7,0 എന്ന് പറഞ്ഞ വാല്യൂ നമ്മളിനി എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ 7,0 എന്ന് പറഞ്ഞ ഇതിന്റെ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ കോഡ് ടെർമിനേറ്റ് ആയിപ്പോയി. ബാക്കിയുള്ള ലൈൻ ഓഫ് കോഡ്സിന്റെയും ഡാറ്റയെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആര്, നമ്മുടെ സിസ്റ്റം അല്ലേ. എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ, നമ്മുടെ സിസ്റ്റം ഈ ഡാറ്റയെ ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ലേ. അതായത് ഇപ്പം 5 ലൈൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിലാണ് ഇഷ്യൂ എങ്കിൽ ആ 5 ലൈനും വെറുതെയാണ് സേവ്, അല്ല ബാക്കി 4 ലൈനും വെറുതെയാണ് സേവ് ചെയ്യുന്നത്. അതെ, കറക്റ്റ്. ബാക്കി 4 ലൈൻ വെറുതെ സേവ് ചെയ്ത് വെക്കുമല്ലേ. ഇപ്പൊ 4 വരെയാവുമ്പോൾ നമുക്ക് അത്ര ഡിഫറൻസ് അറിയത്തില്ല. ഇതൊരു 30-40 ലൈൻസ് ആണെങ്കിലോ നമ്മൾക്ക് എത്ര സ്പേസ് പോയി അവിടെ അല്ലേ. ഈ നിങ്ങളുടെ ഫോണിന്റെ കേസ് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കുറെ അൺവാണ്ടഡ് പിക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പോയിന്റിൽ വെച്ച് നിങ്ങൾ പറയും ഇറ്റ്സ് ഓക്കെ, ആ ഫോട്ടോസ് അവിടെ നിൽക്കട്ടെ എന്നുണ്ട് നിങ്ങൾ വെച്ചു. ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മെമ്മറി ഈസ് നോട്ട് സഫീഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അടിക്കും ഇല്ലേ, അടിക്കത്തില്ലേ? ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സേവ് ചെയ്യാൻ പോകുമ്പോഴോ എന്തെങ്കിലും ഫയൽ സേവ് ചെയ്യാൻ പോകുമ്പോഴോ നിങ്ങളോട് പറയും മെമ്മറി ഈസ് നോട്ട് സഫീഷ്യന്റ്, പ്ലീസ് ഡിലീറ്റ് സംതിങ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചൊരു മെസ്സേജ് വരാറുണ്ട് നമുക്ക് ഇല്ലേ. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ സഡൻ ടെർമിനേഷൻ നടക്കുന്നത് കൊണ്ട് ഇതിനെ പ്രോപ്പറായിട്ട് ഡംപ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് ഡംപ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, മെമ്മറി മാനേജ്മെന്റ് സിസ്റ്റം പുവർ ആയി മാറും. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ സിനാരിയോയിലെ ഫസ്റ്റ് ലൈനില് എറർ ലോഡ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യാൻ പറയോ നമ്മളങ്ങോട്ട്? യെസ്, അതെ. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ സഡൻലി ബ്രേക്ക് ചെയ്യുന്നില്ല, ഞാൻ ഒരു മെസ്സേജ് ഒക്കെ തന്ന് പതുക്കെ ബ്രേക്ക് ഇടുന്നുള്ളൂ. പക്ഷെ ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെ ഡാറ്റയെ അവിടെ വെക്കരുത്, റിമൂവ് ചെയ്ത് കളഞ്ഞോളാം. മനസ്സിലായോ? അതായത് ആ എറർ വരുമ്പം എന്താണോ ഔട്ട്പുട്ട് വരുന്നത് അത് ഡിലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ലൈൻസിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകില്ലേ ആ രീതി? അതെ അതെ, നെക്സ്റ്റ് ലൈൻസിനെ ലോഡ് ചെയ്യാന്നല്ല, പിന്നെ അധികം നമുക്ക് ആവശ്യമില്ല. പിന്നെ ഫർദർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ എക്സെപ്ഷനെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുന്നത് വരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസം, അത് മാത്രമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അത് കറക്ഷൻ ഇല്ല അവിടെ. മനസ്സിലായോ? അതായത് നമ്മളുടെ ഒരു ഇൻപുട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഒരു ക്രാഷിങ് സംഭവിക്കരുത്.
അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ നമുക്കിവിടെ ഓരോ എറേഴ്സ് വരാറില്ലേ സാധാരണ? ടൈപ്പ് എറർ അങ്ങനെ അതൊക്കെ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് എക്സെപ്ഷൻസ് ആണ്. അങ്ങനെയുള്ള എക്സെപ്ഷൻസ് എല്ലാം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്സ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മെമ്മറി മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. മാം നമ്മളിപ്പോ 3 വട്ടം കോൾ ചെയ്തില്ലേ ഫംഗ്ഷൻ, അതിനകത്ത് ആദ്യത്തേതും ലാസ്റ്റും വാലിഡ് ഇൻപുട്സ് ആണ്. അപ്പം അത് 3 ഇപ്പൊ ഞാൻ പ്രിന്റ് ചെയ്തെന്നിരിക്കട്ടെ, പ്രിന്റ് എക്സെപ്ഷൻ ഓഫ് 2 വാല്യൂ കൊടുത്തതെങ്കിൽ ഫസ്റ്റ് വട്ടം അത് റൺ ചെയ്യും, ആൻസർ കിട്ടും. സെക്കൻഡ് വട്ടം എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യും. തേർഡ് ടൈം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. തേർഡ് ടൈം എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ബിക്കോസ് എക്സെപ്ഷൻ കിട്ടി. ഇനി അത് കറക്റ്റ് ചെയ്യാതെ ബാക്കി ഫർദർ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അല്ല, അപ്പൊ അത് തന്നെയല്ലേ ഇപ്പൊ എറർ വരുമ്പോഴും സ്റ്റോപ്പ് ആവുമല്ലേ? എറർ വരുമ്പോഴും സ്റ്റോപ്പ് ആവും, പക്ഷേ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ ഗാർബേജ് കളക്ഷൻ നടക്കത്തില്ല. ഗാർബേജ് കളക്ഷൻ ഞാനിപ്പോ പറഞ്ഞില്ലായിരുന്നോ? ഗാർബേജ് കളക്ഷൻ എന്താ ഞാൻ പറഞ്ഞ? നമ്മൾക്ക് നമ്മളുടെ ഈ ഡാറ്റയെ പ്രോപ്പറായിട്ട് ഡംപ് ചെയ്യണം. പിന്നെ വേണ്ടേ? നിങ്ങളിപ്പോ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തി. ഓക്കെ, സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തിയപ്പോ നിങ്ങൾക്ക് അത് പ്രോപ്പർലി ഡംപ് ചെയ്യാൻ പറ്റിയോ? എന്ത് കാര്യം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഡംപ് ചെയ്യാൻ പറ്റിയോ? അത് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുക തന്നെയാണ്. അതിന്റെ ട്രേസ് അവിടെ തന്നെ ഉണ്ട്, ഇല്ലേ? ആ ട്രേസിനെ അടക്കം എടുത്ത് റിമൂവ് ചെയ്യാനാണ് ഗാർബേജ് കളക്ഷൻ യൂസ് ചെയ്യുന്നത്. ആ ട്രേസിനെ എടുത്ത് കളയാനായിട്ട് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ കുറച്ചൊരു വലിയൊരു ലെങ്തി പീസ് ഓഫ് കോഡൊക്കെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് മെമ്മറി ഔട്ടേജ് ഇഷ്യൂസ് വരാം. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഒരു വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായടാ? ഈ ലോഡ് ആവാത്ത ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഡംപ് എന്ന് പറയുന്നത്. എന്താടാ? അല്ല, ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഈ ലോഡ് ആവാത്ത ഔട്ട്പുട്ട് തന്നെയാണ് ആ ഡംപ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ ലോഡ് ആവാത്തതാവാം, ലോഡ് ചെയ്തതാവാം. ലോഡ് ആവാത്തതാവാം, ലോഡ് ചെയ്തതാവാം, നോ ഇഷ്യൂസ്. മനസ്സിലായടാ ഞാനിപ്പോ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായടാ? ഞാൻ ഫർദർ പറയട്ടെ? ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളില് എക്സെപ്റ്റിന്റെ അത് യൂസ് ഒന്നും കൂടെ പറയാമോ? ഈ പറഞ്ഞ സാമ്പിളില് എക്സെപ്റ്റ് എന്തോ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. എക്സെപ്റ്റോ? ഏതാടാ ചോദിക്കുന്നേ? ഇനി ക്ലിയർ ആയില്ല. ചോദ്യം കാണാമോ? കാണാം.
ഇവിടെ ഈ എക്സെപ്റ്റ് എന്തോ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അതായത് ഇപ്പം ഈ ട്രൈ എന്ന് പറയുന്നത് y 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ ഇത് റേസ് ചെയ്യാൻ പറയും. ചെയ്തു ഏത് സിനാരിയോയിലാണ് ഇഷ്യൂ വരുന്നത് എന്ന് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്ക് യൂസ് ചെയ്തത്. ഇനി വൺസ് അതിന് കിട്ടിയാലും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണ്ടേ, സോ ദാറ്റ് അത് എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടെർമിനേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്. മനസ്സിലായില്ല, പറയാമോ? നമ്മൾ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കൊടുത്തില്ലെങ്കിൽ, ട്രൈന്റെ കൂടെ എക്സെപ്റ്റ് എന്ന ബ്ലോക്ക് കൊടുത്തില്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സക്സസ് ആയി നടക്കത്തില്ല. അപ്പൊ നമ്മുടെ ഈ എക്സെപ്റ്റ് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മളിപ്പോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ത് വെറുതെ ആയിപ്പോകും. ഇത് കൊടുത്തത് എന്തിനാണെന്നാ മനസ്സിലാവാത്ത. അതായത് നമുക്ക് ഒരു ട്രൈന്റെ കൂടെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് മാൻഡേറ്ററി ആണ്. ഓക്കെ, മനസ്സിലായോ? ട്രൈന്റെ കൂടെ എക്സെപ്റ്റ് എന്ന ബ്ലോക്ക് മാൻഡേറ്ററി ആണ്. ട്രൈന്റെ കൂടെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് മാൻഡേറ്ററി ആണ്. അത് ക്ലിയർ ആണോ? അതെന്തുകൊണ്ടാണ് മാൻഡേറ്ററി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു, സിനാരിയോയെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചു. ക്ലിയർ ആണോ? അത് സിനാരിയോനെ എക്സ്പ്ലെയിൻ ചെയ്തു, ഒരു എക്സെപ്ഷനെ നിങ്ങൾ റേസ് ചെയ്ത് വെച്ചു. ഇതിനെ പ്രോപ്പറായി ഒരു സ്ഥലത്ത് കുറച്ചു നേരത്തേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാലല്ലേ നമ്മളുടെ എന്താ പറയുക ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ? എക്സെപ്റ്റ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ റേസ് ചെയ്ത് കിട്ടിയ എക്സെപ്ഷനെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ക്യാച്ച് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനാണ്. അതാണോ എക്സെപ്റ്റിലേക്ക് ഫീഡ് ആവുന്ന? അതെ അതെ. മനസ്സിലായോടാ? മനസ്സിലായോടാ? എക്സെപ്റ്റ് ബ്ലോക്ക് എന്തിനാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഈ ബ്ലോക്ക്. ഫൈനലി ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സെപ്ഷൻ ത്രോ ചെയ്താലും ഇല്ലെങ്കിലും എനിക്കൊരു സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുക.
എക്സെപ്ഷൻ ത്രോ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഒരു സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഫൈനലി ബ്ലോക്ക്. അത് എക്സെപ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഫൈനലി ടൈപ്പ് ചെയ്യേണ്ടത്. എക്സെപ്റ്റിന്റെ പ്രിന്റ് ഓഫ് ഇ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കൂ. പ്രിന്റ് ഓഫ് ഇ കഴിഞ്ഞിട്ട് എക്സെപ്റ്റിന്റെ പ്രിന്റ് ഓഫ് ഇ കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് വോയിസ് ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോടാ? ഇപ്പൊ ഓക്കെ. ഓക്കെ, ഇവിടെ എക്സെപ്റ്റ് സീറോ ഡിവിഷൻ എറർ കഴിഞ്ഞ് പ്രിന്റ് ഇക്ക് ശേഷം ടൈപ്പ് ചെയ്യൂ ഫൈനലി ജസ്റ്റ് ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ടഡ് എന്ന് പ്രിന്റ് ചെയ്തോളൂ. അവിടെ പ്രിന്റിൽ കൊടുക്കടാ. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ കണ്ടത്? അതായത് എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരുന്നു അല്ലെ? ക്ലിയർ ആണോ ഫൈനലി കീവേഡ്? ഡൗട്ട് വെച്ചോട്ടെ, ഇതെന്തോ 2 പ്രാവശ്യം ലോഡായ ഫൈനലി? 2 തവണ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ലേടാ? 3,1 0,1 2 തവണ വിളിച്ചില്ലേ? രണ്ടു വട്ടം വരാത്ത ഫൈനലി കോളൻ അവിടെ
return x, x bar y. മുകളിലേക്ക് പോയിക്കേ. ബിക്കോസ് സെക്കൻഡ് ടൈം എക്സിക്യൂട്ട് ആവുന്നില്ലല്ലോ. ഇപ്പൊ 3,0 കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ എക്സിക്യൂട്ട് ആവുന്നില്ലല്ലോ നമ്മളുടെ കേസിൽ. സെക്കൻഡ് ടൈം നമുക്ക് എക്സിക്യൂട്ട് ആയാലല്ലേ അടുത്ത തവണ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുള്ളൂ. ഒരു കാര്യം ചെയ്ത് നോക്കിയേ, 3, ഒരു വാലിഡ് വാല്യൂം 0,0 പാസ് ചെയ്ത് നോക്കിക്കേ. എക്സിക്യൂട്ട് ആയില്ലേ? മനസ്സിലായടാ? ഫൈനലി ബ്ലോക്ക് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എൽസ് ബ്ലോക്ക് ആണ്. ഓക്കെ, എൽസ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇഫ് ദ എക്സെപ്ഷൻ ഈസ് നോട്ട് കോട്ട്, ഫൈനലി ബ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫൈനലി ബ്ലോക്ക് എല്ലായ്പ്പോഴും എക്സിക്യൂട്ട് ആവും. എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നത് എപ്പോൾ മാത്രമായിരിക്കും? എക്സെപ്ഷൻ ക്യാച്ച് ആയിട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? ഷെയർ ചെയ്തോളൂ. കാണാമോ? ലോഡിംഗ് ആടാ. കാണാം, പറഞ്ഞോ. ഇതിലെ ഈ 2 വട്ടം ആക്ഷൻസ് എക്സിക്യൂട്ടഡ് എന്ന് കാണിച്ചത് ഈ ആദ്യത്തെയും മൂന്നാമത്തെയും അതിനാണോ? ആദ്യത്തെ രണ്ടാമത്തെ. മനസ്സിലായില്ല. ആദ്യത്തെ രണ്ടാമത്തെ. അപ്പൊ രണ്ടാമത്തതിന് നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കിട്ടുമോ? അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഫൈനലി ബ്ലോക്ക് 2 തവണ ആണെങ്കിൽ എക്സിക്യൂട്ട് ആവുമെന്ന്. ഇത് കഴിഞ്ഞുള്ളതിനെ അത് പിക്ക് ചെയ്തില്ല? ഇല്ല, അതെ. മനസ്സിലായോ? ഷെയർ ചെയ്ത ഒരാൾ സ്ക്രീന് എൽസ് ബ്ലോക്കും കൂടെ നോക്കാം നമുക്ക്. ഓക്കെ, ഫൈനലി കഴിഞ്ഞിട്ട് എൽസ് പ്ലേസ് ചെയ്യേണ്ടത്. സോറി, ഫൈനലിക്ക് മുന്നേ തെറ്റിപ്പറഞ്ഞതാണ്. ഫൈനലിക്ക് മുന്നേ ആണ് എപ്പോഴും എൽസ് പ്ലേസ് ചെയ്യേണ്ടത്. എൽസ് കോളൻ എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ് എന്ന് പ്രിന്റ് ചെയ്തോളൂ.
അപ്പൊ എൽസ് ബ്ലോക്ക് എത്ര തവണ എക്സിക്യൂട്ട് ആയി? ഒരു തവണ. ഒരു തവണ, ബിക്കോസ് ഒരു വാലിഡ് ടെസ്റ്റ് കേസേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പൊ എക്സെപ്ഷന് ശേഷമുള്ളതിനെ ഒരിക്കലും പിക്ക് ചെയ്യത്തില്ല അല്ലേ? പിക്ക് ചെയ്യത്തില്ല, അതെ. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ഇത്രയും ഡൗട്ട് ഉണ്ടോ? എക്സെപ്ഷണൽ എറർ കിട്ടാനുള്ള കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ട്രൈ കൊടുക്കുന്നത്? അതെ. എക്സെപ്ഷനെ ട്രിഗർ ചെയ്യുന്ന കണ്ടീഷനെ ഹാൻഡിൽ ചെയ്യാനാണ്, സിനാരിയോയെ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രൈ ബ്ലോക്ക് കൊടുക്കുന്നത്. എക്സെപ്റ്റ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നതിന് സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടാ. ഈ റൈസ് കഴിഞ്ഞിട്ട് നമ്മളെ ഈ സീറോ ഡിവിഷൻ എറർ ഉണ്ടല്ലോ, ഒരു കീവേഡ് കണക്ക് കിടക്കുന്നത്, അതൊരു ബിൽട്ടിൻ, അത് ബിൽട്ടിൻ ആയിട്ടുള്ള ഒന്നാടാ. സീറോ ഡിവിഷൻ എന്ന് പറയുന്നത് ബിൽട്ടിൻ എററാ, എക്സെപ്ഷൻ ആണ്. എങ്ങോട്ടും പോവാനല്ല. ക്ലിയർ ആണോ? ഈ കാണിക്കുന്ന എക്സാമ്പിളിൽ പ്രിന്റ് ചെയ്യാൻ നോക്കിട്ട് അത് ലോഡാവാത്ത എന്തുവാ?
ഏതാണ് പ്രിന്റ് ആവാത്ത? ലാസ്റ്റ് ഏതാ പ്രിന്റ് ആവാത്ത? 4-2. ഫോർട്ട് പ്രിന്റ് ആവാതെ നമുക്ക് ഓൾറെഡി എക്സെപ്ഷൻ ക്യാച്ച് ആയതുകൊണ്ട്. നമ്മുടെ വൺസ് എക്സെപ്ഷൻ ക്യാച്ച് ആയി കഴിഞ്ഞാൽ ബാക്കി എക്സിക്യൂട്ട് ആവത്തില്ല എന്ന് പറഞ്ഞില്ലേ നമ്മള്? ഫസ്റ്റ് എന്താ പറഞ്ഞ? ഒരു എക്സെപ്ഷൻ വൺസ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എക്സിക്യൂട്ട് ചെയ്യത്തില്ല പറഞ്ഞില്ലേ? മനസ്സിലായോ? ഓക്കെ, ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. നാളെ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.